അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ഈ പറയുന്ന ഗബ്രിയോടും ജാസ്മിനോടും ഇത്രയേറെ ഫേവറിസം കാണിക്കുന്നു? ഇവർക്കൊരു കപ്പ് കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ, മറ്റുള്ള കണ്ടസ്റ്റന്റിനെ എന്തിനാണ് ഇട്ടിങ്ങനെ വലിപ്പിക്കുന്നത്? അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാനിത് പറഞ്ഞതാണ്. അപ്പോൾ അത് തെളിയിക്കുന്ന രീതിയിലുള്ള പുതിയ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജിൻഡോയെ ജയിലിലാക്കിയതിനുള്ള പ്രധാന കാരണം ശരണ്യയെ ഫിസിക്കൽ ടാസ്കിനിടയിൽ മുടിയിൽ പിടിച്ച് വലിച്ചു എന്നുള്ള ഒരു സംഭവം ഗബ്രി പറഞ്ഞതിനെ തുടർന്ന് ഞാൻ കണ്ടു. ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് വിളിച്ച് കൂയിട്ടുണ്ടായിരുന്നു. അത് ലൈവ് കണ്ടവർക്ക് അറിയാം, എപ്പിസോഡ് കണ്ടവർക്കും അറിയാം. അപ്പോൾ അതിന് മറ്റാരും കാണാതിരുന്ന ഒരു മുഖം മറ്റൊരു ചാനൽ വഴി അതിൻ്റെ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ രംഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങളൊന്ന് വ്യക്തമായിട്ട് ഒന്ന് കാണുക. തള്ളിവിടുന്നു. വിട്ട് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ കൈ ശ്രദ്ധിക്കുക, ജിൻഡോയുടെ കൈ പ്രത്യേകം ശ്രദ്ധിക്കുക. ജിൻഡോയുടെ കൈ ശരണ്യയുടെ മുടിയിൽ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കണ്ടോ, ഈ സമയത്ത് നിങ്ങളിപ്പോൾ ഈ റൗണ്ട് ഇപ്പോൾ ഈ 4 ജംഗ്ഷൻ അവർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ജിൻഡോൻ്റെ കൈ ശരണ്യയുടെ മുടിയിലല്ല. ഓക്കെ, അപ്പോൾ ഈ സമയത്താണ് മുടി പിടിച്ച് വലിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഈ സമയത്ത് ജിൻഡോയുടെ കൈ മുടിയിൽ ആ സമയത്ത് ജിൻഡോയുടെ കൈ ശരണ്യയുടെ മുടിയിലാണ് കുറച്ച് വിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് വേറൊരു കൈ ഇവിടെ വന്നിട്ട് മുടി പിടിക്കുന്നുണ്ട്. അത് ആരുടെ കൈയാണെന്ന് നോക്കിക്കോളുണ്ടോ. ഇനി അടുത്ത ക്ലിപ്പിൽ കാണാം. യെസ്, മുടി പിടിച്ച് വലിക്കുന്നു. സൈഡിൽ നിന്ന് നമ്മളെ കേട്ടോ, ഒരു മിനിറ്റ്, സൈഡിൽ നിന്ന് ആരാ വരുന്നത് നോക്ക്. റൗണ്ട് ഇട്ട് കാണിക്കുന്ന സ്ഥലത്ത് സൈഡിൽ നിന്ന് വരുന്നത് മെല്ലെ നമ്മുടെ ഗബ്രി കുഞ്ഞുവാവ വന്നിട്ട് മെല്ലെ പിടിച്ച് മെല്ലെ ഓടി വന്ന് പിടിച്ച് വലിച്ചിട്ട് മുടി പിടിച്ച് വലിച്ചിട്ട് ഒറ്റ പോക്ക്. ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോളൂ, ഇതാ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സീൻ കേട്ടോ. ചെല്ലുന്നു, എല്ലാവരും കൂടി പിടിച്ച് മാറ്റുന്ന സമയത്ത് കണ്ടോ ഗബ്രി സീനിൽ എൻ്റർ ചെയ്യുന്നു. ഈ സീനാണ് നേരത്തെ അവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ സീനിൽ കാണുന്ന സമയത്ത് ജിൻഡോയുടെ കൈ അവിടെ ഇല്ല, വേറൊരു കൈ അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് പോയിട്ട് അവിടെ ഒരു മുടി വലിക്കുന്നു. ഇത് ആരുടെ കൈയാണെന്നുള്ളതാണ് അടുത്ത സീനിൽ കാണുന്നത്. ഗബ്രി ഓടി വരുന്നു. ഗബ്രി ഓടി വന്നിട്ട് ജസ്റ്റ് ഉള്ളിലൂടെ വലിച്ചു. എടാ കള്ള, അവൻ ഓടിപ്പോയി ബാക്കി. കണ്ടോ, ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ഭൂലോക ചെറ്റത്തരം. അതിനിടയിൽ കൂടെ 4 കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോയി ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലിച്ചതിന് ശേഷം പിന്നോട്ട് മാറി നിന്ന് ആ കുറ്റം ജിൻഡോയുടെ തലയിലോട്ടായി കൊടുക്കുകയാണ്, ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ. എടാ, ഫ്രോഡെന്ന് പറഞ്ഞാൽ ഈ ഗബ്രിയെ പോലത്തെ ഒരു ഫ്രോഡ് ഈ പറയുന്ന ബിഗ് ബോസിനകത്തില്ല. ജാസ്മിൻ അര ഫ്രോഡാണെങ്കിൽ ഈ പറയുന്ന ഗബ്രി മറ്റേ അരയാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ മുഴുവൻ ഫ്രോഡ്. രണ്ടുപേരും കൂടെ ഫ്രോഡ് പരിപാടി മാത്രമാണ് കാണിക്കുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാർഗറ്റ്, അതായത് പല സൈഡിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടുണ്ട്, വിന്നറാവാൻ ചാൻസ് ഉണ്ട് എന്ന് ഇവർക്കറിയാം. ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അത് ജാസ്മിനൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജിൻഡോയെ എങ്ങനെയെങ്കിലും മത്സരത്തിൽ നിന്ന് പുറത്താക്കുക, ഇദ്ദേഹം ഇതിനകത്ത് കാണിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റാണ്, ഇയാളോടെ മത്സരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, ലാലേട്ടൻ്റെ മുന്നിൽ എത്തിക്കുക, അതിനുശേഷം ജിൻഡോയെ പുറത്താക്കുക. ഇത് തന്നെയാണ് ഇവിടെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗബ്രി ഇതേപോലെ ശരണ്യയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത യഥാർത്ഥത്തിൽ ഗബ്രിയാണ്. എന്നിട്ട് ആ കുറ്റം ജിൻഡോയുടെ മണ്ടയ്ക്കാക്കി ജയിലിലും ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് ഈ പറയുന്ന ജിൻഡോയുടെ മണ്ടയ്ക്ക് വെക്കാനായിട്ട് ജാസ്മിൻ ട്രൈ ചെയ്യുന്നുണ്ട്. വ്യക്തമാണ്, ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും കൂടെ ജിൻഡോയെ പുറത്താക്കാനുള്ള ഒരു കിടിലം പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് കിടക്കാൻ സ്ഥലമില്ല എന്നുള്ള രീതിയിൽ സംസാരമാവുന്നു, വലിയ പ്രശ്നമാവുന്നു. പക്ഷേ ജിൻഡോ ഒന്നും കൂസാക്കുന്നില്ല, എന്തോ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ ഒന്നാമത് ഈ പറയുന്ന ഗബ്രി അവിടെ ശരണ്യയോട് ഒരു ഫിസിക്കൽ അസോൾട്ട് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് ജാസ്മിൻ ഇപ്പോൾ ഈ പറയുന്ന ജിൻഡോയോട് ഒരു ഫിസിക്കൽ അസോൾട്ട് കാണിക്കുവാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഒറ്റ കാര്യം, ഞാനൊരു വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് കാണിക്കാം. അതിനകത്ത് ജാസ്മിൻ എങ്ങീച്ച് പോയിട്ട് ജിൻഡോയെ അടിക്കുകയാണ് ചെയ്യുന്നത് പുറത്ത്. അത് ജിൻഡോ പറയുന്നുണ്ട്. അവിടെ കൂടി നിന്ന വിവരമില്ലാത്ത ബോധമില്ലാത്ത മറ്റ് കണ്ടസ്റ്റന്റ് എല്ലാം കൂടെ ജിൻഡോയെ കുറ്റം പറയുന്നു. അതേസമയം ജാസ്മിൻ്റെ ഇതൊരു ഗെയിം പ്ലാനാണ്. ജാസ്മിൻ ഇന്റൻഷനലി ഈ പറയുന്ന ജിൻഡോയെ കുരുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാണ്ട് എല്ലാവരും കൂടെ ജിൻഡോയെ പറയണം. ഇതേ സ്ഥാനത്ത് ഈ ജിൻഡോ ആണ് അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ്റെ പുറത്ത് അടിക്കുകയോ ഒന്ന് നുള്ളുകയോ പിച്ചുകയോ വാട്ടവർ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ലാലേട്ടനും ഒന്ന് വലിച്ചു കീറിയനെ. ഈ പറയുന്ന സിബിൻ പുറത്താവാൻ കാരണം പോലും ഈ പറയുന്ന ജാസ്മിൻ തന്നെയാണ്. ജസ്റ്റ് ഒരു ഗസ്റ്റർ കാണിച്ചതിൻ്റെ പേരിൽ ഇതിന് മുന്നത്തെ പല സീസണുകളിലും പലരും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഇതിനപ്പുറം മോശം പരാമർശങ്ങൾ അവിടെ തെറിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ പലരും. എന്നിട്ട് പോലും ഈ പറയുന്ന സിബിനെ നല്ല രീതിയിൽ പൊരിച്ച് അത്രയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സിബിൻ പുറത്തായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ മാത്രം കളിയാണ്, അല്ലെങ്കിൽ ജാസ്മിൻ്റെ മാത്രം അവിടെ ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന സിബിനെ പുറത്താക്കിയത്. എങ്കിൽ ഇന്നലെ ഈ പറയുന്ന ജാസ്മിൻ ജിൻഡോട് കാണിച്ചതും ഇതുപോലെ തന്നെയാണ്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഉണ്ടോ? എന്നാ ആ കൂളിംഗ് അവിടെ നിന്നോട്ടെ. കാല് നിവർത്തി വെക്ക്, എന്നിട്ട് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വെക്ക്. ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഇതൊന്ന് ഒതുക്കി പിടിച്ചാൽ ഞാൻ നേരെ ചൊവ്വ കിടക്കും. ഇതിപ്പൊ കിടന്നിട്ട് ഇവർ അങ്ങോട്ട് പോകുമ്പോ കൈ ഇവിടെ വെച്ചിട്ട് ബോഡി ഇങ്ങോട്ട് അവൾക്ക് AC കിട്ടുന്നത് പ്രശ്നമല്ല. അതാണ് പ്രശ്നം അല്ലേ? ഒരു കാര്യം ഞാൻ അവിടെ കിടക്കാം, അവിടെ കിടന്നോട്ടെ. അവളാണ് ബാക്ക് കിടന്നോട്ടെ. അവൾക്ക് സുഖമായിട്ട് AC കൊണ്ട് കിടക്കണം, ഞാൻ കിടക്കണം. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ബാക്ക് അടിച്ചാ പിന്നെ AC കിട്ടില്ല. എനിക്ക് ആ കൂടി തലയിൽ മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് കിടക്കാൻ കൊണ്ട് ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പറയുന്ന മനസ്സിലാവുന്നോ? ഒക്കുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജിൻഡോട്ടാ ഇപ്പൊ പെട്ടി തരും ചെയ്യണ്ട. ഇപ്പോൾ ജാസ്മിൻ ഇത്രയേറെ രോക്ഷാകുലരായി കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ കേസ്, ഈ പറയുന്ന ജിൻഡോയെ അടിക്കുന്നു, എന്നിട്ട് ജിൻഡോ അവിടെ ഒന്നും പറയുന്നില്ല. ജിൻഡോ മിണ്ടാ നടക്കുകയാണ്. ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞോളാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജാസ്മിൻ അവിടെ കിടന്ന് നല്ല രീതിയിൽ വയലന്റ് ആവുന്നുണ്ട്. ജാസ്മിന് അതിനകത്ത് പല സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി കിടക്കാം, ഈ പറഞ്ഞ ജയിലിനകത്ത്. പക്ഷെ അവിടെ ഒന്നും കിടക്കാണ്ട് ഈ ജിൻഡോ കിടക്കുന്നതിന് അടുത്ത് തന്നെ കിടക്കുകയും അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇന്റൻഷനലി ഈ ജിൻഡോയെ പ്രലോഭിപ്പിക്കണം, തിരിച്ചു പറയാനായിട്ട്, അല്ലെങ്കിൽ തട്ടാനായിട്ട്, മുട്ടാനായിട്ട്. ഈവൻ തൊട്ടടുത്ത് കിടക്കുന്ന സമയത്ത് അടുത്ത് പോയി കിടന്നിട്ട് രാത്രി ഉറക്കത്തിനിടയിൽ കയ്യോ കാലോ ഒങ്ങാനും ജാസ്മിൻ്റെ പുറത്ത് തട്ടിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള പ്ലാനോട് കൂടി തന്നെയാണ് അതിനടുത്ത് പോയി കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ ജിൻഡോ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായിട്ട് മാറി നിന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പറയുന്ന ഏഷ്യാനെറ്റിനോട് അല്ലെങ്കിൽ ലാലേട്ടനോട് പറയാനുള്ളൊരു കാര്യം, എന്തിനു വേണ്ടി ഇത്രയേറെ ഫേവർസം ഈ പറയുന്ന രണ്ട് പേരോട് കാണിക്കുന്നു, ഈ പറയുന്ന ഗബ്രിയോടും ജാസ്മിനോടും? ഇവർ എന്ത് പോക്കൃത്തരം ചെയ്തു കഴിഞ്ഞാലും, എന്ത് ചെറ്റത്തരം ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ന്യായീകരിക്കുന്നു. മോളെ നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, തെറ്റുകൾ കാണിക്കുവാണ്, അതൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുത്തുവാണ്. അതേസമയം മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാണ്. മിക്കവാറും ഈ ആഴ്ച വന്നിട്ട് ഇത് ഇപ്പോൾ കാണിച്ച് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ജിൻഡോയ്ക്ക് യെല്ലോ കാർഡ് കാണിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമാണ് ഈ ഒരു ഷോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുവേണ്ടി തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരാണ് കോണ്ടന്റ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ്. പുറത്തും ഭയങ്കര ചർച്ചയുണ്ട്, ഇവരാണ് കോണ്ടന്റ് കൊടുക്കുന്നത്. എന്ത് നല്ല കോണ്ടന്റാണ് അവർ കൊടുക്കുന്നത്? ഇവരുടെ കുറേ ഉടായ്പകളും പോക്കൃത്തരങ്ങളും പ്രണയവും. ഇപ്പം ഗബ്രി എന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡാണ്. അവൻ കാണിക്കുന്നതാണെങ്കിൽ അവൻ ഈ ഒരു ലവ് ട്രാക്ക് പിടിച്ച് പോകണം, എല്ലാ കാര്യങ്ങളും നടക്കുകയും വേണം. എങ്കിൽ ജാസ്മിൻ തലയിലാവാനും പാടില്ല, കെട്ടാൻ വയ്യ, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ആ ഒരു പാറ്റേണിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി രണ്ടാമത്തെ കാര്യം, ജാസ്മിൻ്റെ ഹൈജീൻ ഇല്ലായ്മ, അതായത് വൃത്തിയില്ലായ്മയെ പറ്റി പല പ്രാവശ്യം നമ്മൾ പല വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞതാണ്, ഏഷ്യാനെറ്റ് ചൂണ്ടിക്കാണിച്ചതാണ്. ഒന്ന്, ഈ പറയുന്ന ചായ ഇട്ടപ്പോൾ ചായയുടെ അകത്ത് തുമ്മിയത്. രണ്ട്, ഫുഡ് കഴിച്ച ഫുഡിനകത്ത് ഫ എന്നാക്കി തുമ്മിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെരുപ്പില്ലാണ്ട് ബാത്റൂമിൽ കയറിയത്. ഇനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു രംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പൊന്നു മക്കളെ, പെറ്റ തള്ള സൈക്കത്തിലെ ലോകത്ത് ജനിച്ച കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു 5 വയസ്സിനകത്ത് വിവരവും ബോധവും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന സാധനം 23 വയസ്സുള്ള സെൽഫ് മെയ്ഡ് വുമൺ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഓർക്കാനും വരുന്നത് കണ്ടിട്ട് കണ്ടു നോക്ക്. ഇമോഷണൽ ആയിട്ട് അപ്പൊ ഞാൻ അത് വിട്ടു. എന്റെ മോനെ, എന്റെ കാല് ഏതെങ്കിലും പാർട്ടി ഫംഗ്ഷനിങ് ആണോ മുളുസേ? ചീത്ത വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതായത് ജാസ്മിൻ ചെയ്താണ്ട കാല് ആ ബാത്റൂമിലൊക്കെ ചെരുപ്പിടാതെ നടക്കുന്ന ആ കാല് പിടിച്ചു വെച്ച് വായിൽ വെച്ച് നഖം കടിച്ചുരിയുന്നു. നഖം കാലില്ലേ, കാലിങ്ങനെ വളച്ചു വെച്ചിട്ട് വാ കൊണ്ട് കടിച്ചുരിയാണ് നഖം. എന്നിട്ട് ആ തുപ്പലെല്ലാം കൂടെ അഭിഷേകിന്റെ പുറത്ത് വെച്ച്. എൻ്റെ പൊന്നെ, എന്തുവാടെ ഈ കാണിച്ചു കൂട്ടുന്നത്? എന്ത് വൃത്തിയില്ലായ്മയാ! ഇതൊന്നും ചോദ്യം ചെയ്യത്തില്ല ഏഷ്യാനെറ്റ്. ഇതിനകത്ത് ഇനിയും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാണ്ടല്ല ഏഷ്യാനെറ്റിന്റെ ക്രെഡിബിലിറ്റിയും ഏഷ്യാനെറ്റ് ഷോ കാണുന്ന വ്യൂവേഴ്സിനൊക്കെ അത് ബാധിക്കും. ഈ രണ്ടെണ്ണത്തിനെ എടുത്ത് ചവിട്ടി പുറത്തായി കഴിഞ്ഞാൽ ഈ ഷോ ആളുകൾ കാണും. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ലാലേട്ടനൊക്കെ എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നതെന്നുള്ള എൻ്റെ ചോദ്യം. കഴിഞ്ഞ എപ്പിസോഡിൽ ജയിലിൽ കിടന്ന സമയത്ത്, അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജയിലിൽ കിടന്ന സമയത്ത് ആഹാരം ഗബ്രി വെളിയിൽ നിന്ന് കൊണ്ട് കാണാതെ കൊടുത്തത് ലാലേട്ടൻ ചോദ്യം ചെയ്താ. എന്നിട്ട് ഇത്തവണ വീണ്ടും അതേ കാര്യം ഈ പറയുന്ന ഗബ്രി ആവർത്തിച്ചിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. പവർ റൂമിൽ ഉണ്ടായിരുന്ന
ഗബ്രി അവിടെ നിന്ന് വിരിപ്പെടുത്തുകൊണ്ട് വന്ന് ഈ പറയുന്ന ജാസ്മിന് ജയിലിനകത്ത് കൊടുക്കുവാണ്. എടാ എന്ത് വിലയാ ഏഷ്യാനെറ്റിനും ഈ ഷോയ്ക്കും ഈ പറയുന്ന ലാലേട്ടനൊക്കെ വില കൊടുക്കുന്ന? ഇത്രയേറെ തെറ്റുകൾ കാണിക്കുന്ന ഇവരെ എന്തിനു നിർത്തിയിരിക്കുന്നത്? പിടിച്ച് പുറത്തായിക്കൂടെ? ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയേറെ ഫേവർസമാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസും ഈ പറഞ്ഞ രണ്ടെണ്ണത്തിനോട് കാണിക്കുന്നത്. മറ്റുള്ളവരെയൊക്കെ അടിച്ചാക്ഷേപിച്ച് തറയിലിരുത്തി ജയിലിലും ആക്കി, അല്ലെങ്കിൽ ഈ പറയുന്ന ഷോയിൽ നിന്ന് പുറത്തുമാക്കി യെല്ലോ കാർഡും കാണിച്ച് റെഡ് കാർഡ് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം ഇതൊന്നും ബാധകമല്ല. ഇവർ എന്ത് ചെയ്താലും അതൊന്നും ഫിസിക്കൽ അസോൾട്ടിൽ വരത്തില്ല, അല്ലേ? വെർബൽ അസോൾട്ടിൽ വരത്തില്ല, ഇതൊന്നും വരത്തില്ല. മറ്റുള്ളവർ ആരെങ്കിലും ഇവരോട് എന്തെങ്കിലും കാണിച്ചാൽ ഉടനെ പറയും. ഈ ഗബ്രി ആണെങ്കിൽ എന്ത് തൊട്ടാ പറയും, അയ്യോ ഫിസിക്കൽ അസോൾട്ട്, ഫിസിക്കൽ അസോൾട്ട്, ഫിസിക്കൽ അസോൾട്ട്. അവ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ ആരും ചോദിക്കാനില്ലേ? അതിനകത്തുള്ള എല്ലാവരെയും ഇവർ രണ്ടുകൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരെ പോലെ ഇങ്ങനെ ഇരിക്കുക. ഇനിയെങ്കിലും കാണുന്ന ജനങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടന്ന് രോധിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും, അതേ കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇതുവരെയുള്ള എൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരുമ്പോൾ അപ്ഡേറ്റ്സ് കാണുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുമ്പോൾ കേൾക്കുമ്പോഴത്തേക്ക് അറിയാണ്ടങ്ങ് പറഞ്ഞു ഓടിയ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങ് വയലൻ്റ് ആയി പോവും. അതങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ്.